നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിത്തർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ ഹീലിംഗ് നാഡി ചാനൽസ് വഴി എല്ലാ അസുഖങ്ങളെയും മാറ്റാൻ പറ്റും. അതിൽ എനർജി ഫ്ലോ, കോസ്മിക് കറണ്ട് സപ്ലൈ ചെയ്ത് അതുകൊണ്ട് ദേഹത്തിലുള്ള എല്ലാ അസുഖങ്ങളെയും മാറ്റാൻ പറ്റും. മനുഷ്യ ആഹാരം കഴിച്ച് കിട്ടുന്ന എനർജി അത് ബയോ കറണ്ട്, അത് നെർവസ് സിസ്റ്റത്തിൽ കൂടെ അത് പായുന്നുണ്ട്, ബയോ കറണ്ട്. പക്ഷേ ഈ നാഡി ചാനൽ എന്ന് പറയുന്നത് ആസ്ട്രൽ ബോഡിയിൽ ഓടുന്ന ചാനൽസാണ്. ഇതിൽ കൂടെ ഓടുന്നത് കോസ്മിക് കറണ്ട്. ഈ കോസ്മിക് കറണ്ട് കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഫ്ലോ നെർവസ് സിസ്റ്റത്തിൽ കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ ദേഹത്തിലുള്ള മൈറ്റോകോൺട്രിയാസ്, ഒവ്വൊരു സെല്ലിലുള്ള മൈറ്റോകോൺട്രിയാസ് ഈ എനർജിയെ കൂടെ അബ്സോർവ് ചെയ്ത് അതിനെയും കൂടെ അത് യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഏത് ഓർഗാനിൽ, ഏത് ഭാഗത്ത് അസുഖങ്ങളുണ്ടെങ്കിലും അതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ ഈ 96 നാഡി ചാനൽസിലും 96 തത്വങ്ങളാണ് ഇരിക്കുന്നത്. 96 തത്വങ്ങൾ തന്നെ 96 നാഡി ചാനലാണ് മനുഷ്യൻ്റെ ദേഹത്ത് ആസ്ട്രൽ ബോഡി വഴിയായിട്ട് ഫ്ലോ ആകുന്നത്. അണ്ടത്തിൽ ഉള്ളതെല്ലാം പിണ്ടത്തിലുണ്ട്. നമ്മുടെ പ്രകൃതിയിൽ ഉള്ള 96 തത്വങ്ങളും മനുഷ്യൻ്റെ ദേഹത്തിലും റിഫ്ലക്റ്റായി എനർജിയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാഡി ചാനൽസ് 96 മനുഷ്യൻ്റെ 6 ആധാരങ്ങളിൽ കണക്റ്റായിരിക്കുന്നു. അപ്പോൾ ആധാരങ്ങളിൽ കണക്റ്റായി ദേഹത്ത് എല്ലാ ഭാഗത്തും ഓടുന്നുണ്ട്. മൂലാധാരത്തിൽ 4 നാഡി ചാനൽ കണക്റ്റായിരിക്കുകയാണ്. അടുത്ത് സ്വാധിഷ്ഠാനത്തിൽ ഒരു 7 നാഡി ചാനൽ കണക്റ്റായി. ഇങ്ങനെ നാഡി ചാനൽസ് എല്ലാ ആധാരങ്ങളും കണക്റ്റായിരിക്കുന്നു. ഇതിൽ എനർജി ബ്ലോക്ക് വരുന്നതിൻ്റെ പേര് മർമ്മം, അതിനെ എടുത്തു വിടുന്നതിൻ്റെ പേര് ട്രീറ്റ്മെൻറ്റ്. ഇതേമാതിരി എനർജി ബ്ലോക്ക് ഇൻറ്റേർണൽ ഓർഗൻസിൽ എനർജി ബ്ലോക്ക് വരുമ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ അസുഖമുണ്ടാകുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഈ നാഡി ചാനൽ ഓപ്പണിങ് ട്രെയിനിങ് വഴി അത് ഏത് ആധാരത്തിൽ കണക്റ്റായിരുന്നത് കണക്റ്റായി അതിൽ ആക്ടിവേറ്റ് ചെയ്ത് അതിൽ നിന്ന് എനർജിയെ ആ നാഡി ചാനൽ വഴി ഒരു പർട്ടിക്കുലർ ഓർഗാൻസ്, നമ്മുടെ ദേഹത്തിലുള്ള അവയവങ്ങൾക്ക് അത് അയക്കുമ്പോൾ അത് ഹീലിംഗ് ആവുന്നു. അതിൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ വെറും ഇതിനെ മാത്രം അത് ചെയ്യാം ഇല്ല. അവർ ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നോ, അലോപ്പതി, ആയുർവേദമായി, സിദ്ധ, അതിൻ്റെ കൂടെ ഇതൊരു സപ്ലിമെൻ്ററി ആയിട്ട് ചെയ്യാം. അഡീഷണൽ സപ്ലൈ ഓഫ് എനർജി. നമ്മൾ കോസ്മിക് എനർജിയെ പ്രകൃതിയിൽ നിന്ന് ഇങ്ങനെ അബ്സോർവ് ചെയ്ത് ആവശ്യമുള്ള സ്ഥലത്ത് പമ്പിങ്, റിക്കവറി ഫാസ്റ്റാக വരും. ഇത് മാത്രമാണെങ്കിലും ചെയ്യാം. അപ്പോൾ അത് ഉദാഹരണമായിട്ട് നമ്മൾ യോഗയ്ക്ക് ചെയ്യുന്ന നാഡി ചാനലിലും ഒരുപാട് ഹീലിംഗ് ഇതുണ്ട്. ഉദാഹരണമായിട്ട് കണ്ണിന് പോകുന്ന എനർജി ചാനൽ, ഗാന്ധാരി എന്നൊരു നാഡി ചാനൽ ഇടത് കണ്ണിനും, പുരുഷൻ എന്നൊരു നാഡി ചാനൽ വലത് കണ്ണിനും പോകുന്നു. അപ്പോൾ ആ കണ്ണിന് പവർ കുറയുമ്പോൾ ഈ നാഡി ചാനൽ വഴിയായിട്ട് എനർജിയെ നമ്മൾ അയച്ചാൽ അത് കണ്ണ് റിക്കവർ ആയിട്ട് ഇങ്ങനെ 5% വരെ ഇരുന്ന കാണാൻ പറ്റാതിരുന്ന അതിൽ 80% വരെ ഞാൻ കൊണ്ട് കാണിച്ചിട്ടുണ്ട് 2-3 പേർക്ക്. അതേമാതിരി നിങ്ങൾക്ക് കാതിന് ഒരു എനർജി ഫ്ലോ ഇൻക്രീസ് ചെയ്ത് കാതിന് കേൾക്കാനുള്ള പവർ കൂട്ടണമെങ്കിൽ അസ്ഥി ആൻഡ് അലംബുസ, ഈ 2 നാഡി ചാനലും അതിൽ ചില ഇയർ പെയിന്, ഹിയറിംഗ് കപ്പാസിറ്റി, ഇങ്ങനെയുള്ള ഇതുകളൊക്കെ ശരിയാവും. അത് കാത് സംബന്ധിച്ചുള്ള. ഇതേമാതിരി മൂക്കിന് സ്മെല്ല് പിടിക്കുന്ന പവർ കുറഞ്ഞാൽ അതിൽ മൂലാധാരം, അപാന, ന്യാസനാഡി, ആ നാഡിയെ നമ്മൾ ഓപ്പൺ ചെയ്ത് എനർജി കൊണ്ടുപോയാൽ മൂക്കിലുള്ള അസുഖങ്ങളൊക്കെ മാറും. നാക്കിന് ജിഗുവാ നാഡി എന്നൊരു നാഡിയുണ്ട്. അത് സ്വാധിഷ്ഠാനത്തിൽ കണക്റ്റായിരിക്കുകയാണ്. ആ ജിഗുവാ നാഡിയെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ അത് നാക്കിൽ എനർജി സപ്ലൈ വരും. അപ്പോൾ ഇങ്ങനെ ഒവ്വൊരു ഭാഗത്തിനുള്ള നെക്ക് ആൻഡ് ഷോൾഡർ, അതിന് ക്രേനിയൽ നെർവ് ആക്ടിവേഷൻ, അതിൽ 10ാമത് നാഡി ചാനൽ ഗുരുനാഡി, ഇത് വേഗസ് നെർവിൻ്റെ പാരലാണുള്ളത്. അതിനെ ആക്ടിവേറ്റ് ചെയ്താൽ ദേഹം ഫുള്ളായുള്ള ഇൻറ്റേർണൽ ഓർഗൻസിന് എനർജി ഫ്ലോ ഉണ്ടാവും.
ഇതേമാതിരി പയേഴ്സ്വിനി ആൻഡ് വിശ്വേധര എന്ന ഒരു 2 നാഡി ചാനലുണ്ട്. പയേഴ്സ്വിനി ആൻഡ് വിശ്വേധര എന്ന നാഡി ചാനൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് എനർജി കൊണ്ടുപോയാൽ അത് വന്ന് അഡ്രീനൽ, കിഡ്നി ഇതിനൊക്കെ എനർജി കിട്ടും. അത് മാത്രമല്ല, ഇൻറ്റേർണൽ ഓർഗാൻസ് ഒവ്വൊന്നിലും ഒരു എനർജി ഫ്ലോ ക്ലിയറാக ഉണ്ടാവും. കഴുത്തിൽ നിന്ന് തുടങ്ങി അവിടെ അബ്ഡാമൻ വരെ ഒരു റൗണ്ട് എനർജി ഫ്ലോ, ഇങ്ങനെ ഒരു റൗണ്ട് എനർജി ഫ്ലോ വരും. അത് ഇൻറ്റേർണൽ ഓർഗാൻസൊക്കെ കണക്ട് ചെയ്ത് അതിനെ വന്ന് ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയും. ഇൻറ്റേർണൽ ഓർഗാൻസ് എനർജി ഫ്ലോ കൊണ്ടുവന്നതിന് പേര് ഹോമിയോസ്റ്റാറ്റിസ്. ഇതേമാതിരി ഈ യൂട്രസ് ഫാലപ്പിയൻ ട്യൂബ് ഇതിലൊക്കെ എനർജി കൊണ്ടുപോകുന്ന നാഡി ചാനലുണ്ട്. അത് സ്വാധിഷ്ഠാനത്തിൽ കണക്റ്റായിട്ടുള്ള നാഡി ചാനൽസ് അതിനെ വന്ന് ഓപ്പൺ ചെയ്ത് കൊണ്ടുപോയാൽ ആ യൂട്രസ് ഫാലപ്പിയൻ ട്യൂബ് ഓവറീസിലൊക്കെ എനർജി സപ്ലൈ കിട്ടും. അതിൻ്റെ കൂടെ ഹെർബൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഒരുപാട് പേർക്ക് ഫാലപ്പിയൻ ട്യൂബിലുള്ള ബ്ലോക്ക് PCOD ഒക്കെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ എനർജി ഫ്ലോ ഇവിടെ വരുമ്പോൾ റിക്കവറി ഫാസ്റ്റാக വരും. ഇതേമാതിരി എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ളവരുണ്ട്. അവർക്ക് മൂലാധാര വായു ആക്ടിവേറ്റ് ചെയ്ത് മൂലാധാരം അപാനവായു പ്ലസ് ഗന്ധർപ്പൻ എന്നൊരു വായുണ്ട്. അതിൻ്റെ കൂടെ ശോഭാനാഡി ശോഭിക്കുന്നത്. ആ നാഡി ചാനൽ ഓപ്പൺ ചെയ്താൽ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ക്ലിയർ ആവും. ഇങ്ങനെ ഒവ്വൊരു നാഡി ചാനൽസ് നമ്മൾ ക്ലിയർ ചെയ്യുന്നതിന് അത് പഠിച്ച് അതിന് എനർജി പാസ് ചെയ്താൽ അസുഖങ്ങൾ മാറും. അതുമാതിരി ഇപ്പോൾ ഹാർട്ട്, ലങ്സ്, പാങ്ക്രിയാസ് ഇതിനൊക്കെ എനർജി കൊണ്ടുപോകുന്ന നാഡി ചാനൽസ് ഉണ്ട്. അത് കണക്റ്റായിട്ടുള്ള വായുക്കൾ കണക്റ്റായിട്ടുണ്ട്. സ്കിന്നിന് എനർജി ഫ്ലോ, സ്കിന്ന് വന്ന് ഷൈനിങ് ആസ് വെൽ ആസ് അതിലുള്ള മോയ്സ്ചർ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ അനാഹതം ആക്ടിവേറ്റ് ചെയ്ത് പ്രാണൻ ആക്ടിവേറ്റ് ചെയ്ത് വരുണി നാഡി എന്നൊരു നാഡി ചാനലുണ്ട്. ആ നാഡി ചാനൽ ആക്ടിവേറ്റ് ചെയ്താൽ മോയ്സ്ചർ ലെവൽ ഇൻക്രീസ് ആകും, സ്കിൻ ഗ്ലോ ഉണ്ടാകും, മറ്റേ ഇറിറ്റേഷൻ ടോക്സിൻസൊക്കെ മാറും. അപ്പോൾ ഇത് കൂടെ അത് ചെയ്യാം. ഇതേമാതിരി എല്ലാ ഓർഗാൻസിനും വന്ന് നാഡി ചാനൽ ഓപ്പണിംഗ് വഴി നമുക്ക് എനർജി കൊണ്ടുപോകാൻ പറ്റും. ആ എനർജി റൂട്ട് ഡയഗ്രാം ബേസ്ഡ് ഓൺ വർമ്മ ടെക്സ്റ്റ് ആൻഡ് ശരയോഗ ടെസ്റ്റിൽ വന്ന് ഇത് പണ്ട് നാഡി ചാനലിൻ്റെ ഡയഗ്രാം ഉണ്ട്. അത് കണക്കാക്കി അതിലിരുന്ന് നമുക്ക് എനർജി ഏത് ആധാരത്തിൽ കണക്റ്റ് ആയിരിക്കുന്നു, ഏത് വായുവിൽ കണക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളത് ട്രേസ് ചെയ്ത് അതിൽ കണക്കാക്കി നമ്മൾ ആ വായു നാഡിയിൽ എനർജി കൊണ്ടുപോയാൽ അതിൻ്റെ ഏത് അവയവത്തിന് ആവശ്യമോ അതിനുള്ള ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിപ്പേഷൻ ചില ആളുകൾ വർഷക്കണക്കായിരിക്കും അത് ശരിയാകാതിരിക്കുന്നതെന്ന് വെച്ചാൽ അതിന് ഗുഹു നാഡി കണക്ഷൻ വെച്ചാൽ മൂലാധാരം അപാനൻ ഗുഹു നാഡി ഓപ്പൺ ചെയ്താൽ അവർ ഒരു ഹാഫ് ആൻ അവറിൽ തന്നെ മോഷൻ പോകും. അതിൻ്റെ കൂടെ ഗുഹു നാഡി ചാനൽ ഓപ്പണിങ്. ഇത് ക്ലാസ്സിൽ തന്നെ ഒരു 24 മിനിറ്റ് ഫോക്കസ് ചെയ്താൽ ആ 24 മിനിറ്റിൽ അവർ മോഷൻ ക്ലിയർ ആകും. പിന്നെ അവർ റെഗുലറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം. 1-2 പ്രാവശ്യം 5-6 ദിവസം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് ശരിയായി. ഇതിപ്പോൾ ഒരുപാട് നാഡികളുണ്ട്. ഇപ്പോൾ ഇഡാരിക, ശിവാനാഡി, അമൃതാനാഡി, ശ്രീഹരി നാഡി, മാതൃകാനാഡി, തിക്താനാഡി, വാല, പിത, നിലാനാഡി, സരസ്വതി നാഡി, താരഹ, വൃന്ദ, ഇങ്ങനെ ഒരുപാട് ഹീലിംഗ് നാഡി ചാനൽസ് ഉണ്ട്. ഈ ഒവ്വൊരു അവയവത്തിന് ഏത് കണക്റ്റ് ആവുന്ന അത് നോക്കി അതിനെ നിങ്ങൾ ചാനൽ ഓപ്പൺ ചെയ്താൽ റിക്കവറി ഫാസ്റ്റ് ആവുന്നത്. അത് ഞാൻ പലർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കുന്നവർക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്, ഡയറക്റ്റ് ക്ലാസ്സും എടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.